ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടന്ന US-ഇറാൻ സമാധാന ചർച്ച ധാരണയാകാതെ പിരിഞ്ഞു. ആണവായുധം വികസിപ്പിക്കരുതെന്ന അമേരിക്കൻ നിബന്ധന ഇറാൻ അംഗീകരിക്കാൻ വിസമ്മതിച്ചതിനാൽ സമാധാന കരാർ കൂടാതെ ചർച്ചകൾ അവസാനിപ്പിച്ചതായി US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. അമേരിക്കൻ ഉദ്യോഗസ്ഥർ പാകിസ്ഥാനിൽ നിന്ന് മടങ്ങിപ്പോകുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. വൈസ് പ്രസിഡന്റ് JD വാൻസ്, പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ജെറാഡ് കുഷ്നർ തുടങ്ങിയവർ US പ്രതിനിധി സംഘത്തെ നയിച്ചു. പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ ഖാലിബാഫ്, വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി, സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ ഡെപ്യൂട്ടി മേധാവി അലി ബാഗേരി കാനി എന്നിവർ ഇറാൻ പ്രതിനിധി സംഘത്തിന് നേതൃത്വം നൽകി. വളം നിർമ്മാണശാലകൾക്കുള്ള പ്രകൃതിവാതക വിഹിതം 5% കൂടി വർദ്ധിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. കൂടാതെ മാർച്ചിന് ശേഷം ആകെ 4.15 ലക്ഷം PNG കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. 4.55 ലക്ഷം ഉപഭോക്താക്കൾ പുതിയ കണക്ഷനുകൾക്കായി രജിസ്റ്റർ ചെയ്തതായും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. 26,000-ലധികം PNG ഉപഭോക്താക്കൾ mypngd.in വെബ്സൈറ്റ് മുഖേന LPG കണക്ഷനുകൾ ഉപേക്ഷിച്ചു. പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും തടയുന്നതിനുള്ള നടപടികൾ തുടരുകയാണെന്നും സർക്കാർ അറിയിച്ചു. പ്രശസ്ത പിന്നണി ഗായിക ആശാ ഭോസ്ലയെ മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന അവർ സൂക്ഷ്മ നിരീക്ഷണത്തിലാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. 8 പതിറ്റാണ്ടിലേറെയുള്ള സംഗീത ജീവിതത്തിൽ ഗസലുകളും പ്രണയഗാനങ്ങളും ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള ഗാനങ്ങൾ ശ്രീമതി ആശ ആലപിച്ചിട്ടുണ്ട്. മുംബൈയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായിക ആശാ ഭോസ്ലയുടെ ആരോഗ്യനിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശങ്ക പ്രകടിപ്പിച്ചു. അവരുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നുവെന്നും വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്നും ഒരു സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് കനത്ത ചൂടും ഉഷ്ണതരംഗവും ഉണ്ടാകുമെന്ന് പ്രവചിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്നും നാളെയും ചൂട് ഏറ്റവും ഉയർന്ന നിലയിലെത്തുമെന്നാണ് പ്രവചനം. മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ച 11 ജില്ലകളിൽ പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ചൂടിന് സാധ്യത. താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. കനത്ത ചൂട് നിർജ്ജലീകരണം, സൂര്യാതപം, ത്വക്ക് രോഗങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവയ്ക്കും കാരണമാകുന്നു. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. അതിനാൽ ആ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടത്തിൽ നിന്നും ചാടി മരിച്ച 1ാം വർഷ BDS വിദ്യാർത്ഥി RL നിതിൻ രാജിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം തിരുവനന്തപുരം നെടുമങ്ങാട് ഉഴമലക്കിലുള്ള വീട്ടിലെത്തിച്ചു. സംസ്കാരം ഇന്ന് നടക്കും. നിതിൻ രാജ മരിച്ചതിനു പിന്നിൽ ജാതിവർണ്ണ അധിക്ഷേപമുണ്ടെന്ന് കാണിച്ച് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. പെയിന്റിംഗ് തൊഴിലാളിയായ YL രാജന്റെയും CR ലതയുടെയും മകനാണ് നിതിൻ രാജ്. സംഭവത്തിൽ അധ്യാപകരായ ഓറൽ പതോളജി വിഭാഗം മേധാവി ഡോക്ടർ K റാം, ഡോക്ടർ സംഗീത എന്നിവരെ കോളേജ് അധികൃതർ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണൻ അനുകൂലിയുടെ കാർ കത്തിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായി. DYFI പയ്യന്നൂർ വെസ്റ്റ് മേഖല പ്രസിഡന്റ് സുധീഷ്, എക്സിക്യൂട്ടീവ് അംഗം അജയ് കൃഷ്ണ എന്നിവരാണ് അറസ്റ്റിലായത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെയാണ് പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിലെ CPM അംഗവും ചെമ്മീൻ കർഷകനുമായ T പുരുഷോത്തമന്റെ വീട് തകർക്കുകയും കാർ കത്തിക്കുകയും ചെയ്തത്. ADM വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിന് പിന്നാലെയാണ് പോലീസ് നടപടി. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 7 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ സീൽ ചെയ്ത് സൂക്ഷിച്ച സ്ട്രോങ് റൂമുകളുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ ശരിയല്ലെന്ന് ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ അറിയിച്ചു. വോട്ടെടുപ്പിൽ ഉപയോഗിച്ച എല്ലാ വോട്ടിംഗ് യന്ത്രങ്ങളും പോളിംഗ് പൂർത്തിയായ ശേഷം അതേ ദിവസം തന്നെ സീൽ ചെയ്ത് അതത് മണ്ഡലങ്ങളുടെ സ്ട്രോങ് റൂമുകളിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ പൂർണ്ണമായ വീഡിയോഗ്രാഫി CCTV സംവിധാനങ്ങളോടുകൂടി സീൽ ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. കേന്ദ്ര സായുധ സേന ഉൾപ്പെടെയുള്ള ത്രിതല സുരക്ഷ സംവിധാനത്തോടെയാണ് പ്രസ്തുത വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിന് വിരുദ്ധമായി പ്രചരിക്കുന്ന വാർത്തകൾ ശരിയല്ലെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ദൃശ്യ കൊലക്കേസിൽ ചാടിപ്പോയ പ്രതിയെ ഇന്ന് കോഴിക്കോട് എത്തിക്കും. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ചാടിപ്പോയ പ്രതി ബിനീഷ് ഇന്നലെയാണ് മഹാരാഷ്ട്രയിൽ പിടിയിലായത്. പ്രതിക്കായി 4 ഭാഷകളിൽ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. ഇന്ന് മഹാകവി കുമാരനാശാന്റെ 153ാം ജന്മവാർഷിക ദിനം. പാച്ചല്ലൂർ സുകുമാരൻ സ്മാരക വഞ്ചനാട് കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ പാളയം ആശാൻ സ്ക്വയറിൽ ജന്മവാർഷിക ദിനം ആചരിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.